വലിയ നാശനഷ്ടവും ആൾനാശവും വരുത്തിക്കൊണ്ട് യുദ്ധം നാലാം ദിനവും പരിഹാരമില്ലാതെ തുടരുകയാണ്. പരിഹാരമില്ലാതെ മധ്യപൂർവേഷ്യയിൽ യുദ്ധം കനക്കുന്നു. കിഴക്കൻ ടെഹ്റാനിൽ അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ IRGC സേനയ്ക്ക് കനത്ത തിരിച്ചടിയെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇറാനിലെ കെർമൻ പ്രവിശ്യയിൽ 13 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു. പടിഞ്ഞാറൻ ഇറാനിൽ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന വാർത്തകൾ കൂടി വരുന്നു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ആദ്യം ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. ജലീൽ, കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ഏറ്റവും കുറവ് ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത് സൗദിയിലാണെങ്കിൽ ഇന്ന് അതങ്ങനെയല്ല. സൗദിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ അരാംകോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തൊട്ടു പിന്നാലെ സൗദിയിലെ US എംബസിക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുന്നതിന്റെ അർത്ഥം സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഇടങ്ങളിലേക്കും ഇറാൻ യുദ്ധം വ്യാപിപ്പിക്കുന്നത് തന്നെയല്ലേ? എന്താണ് ഇപ്പോൾ നിലവിലെ സൗദിയിലെ അവസ്ഥ? റിയാദ് അടക്കമുള്ള സ്ഥലങ്ങൾ, ജിദ്ദ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപായ മുന്നറിയിപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സുഹൈൽ, സൗദിക്ക് നേരെ ഇതുവരെ 20ഓളം ഡ്രോൺ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അത് റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ് പ്രധാനമായും ആക്രമണം നടന്നത്. അതിൽ കിഴക്കൻ പ്രവിശ്യയിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ റിഫൈനറിക്ക് തീപിടിച്ചു. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ എംബസിക്ക് തീപിടിച്ചു. എംബസി താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇന്നാണ്. റിയാദ് അൽഹർജ് ഭാഗങ്ങളിൽ അതോടൊപ്പം തന്നെ റിയാദ് ഭാഗങ്ങളിൽ 8 ഡ്രോണുകൾ ഉപയോഗിച്ച് നടന്ന ആക്രമണവും നടന്നത് ഇന്നാണ്. എന്നാൽ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അൽഹർജിലെ അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും കിഴക്കൻ പ്രവിശ്യയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഉണ്ടായ ആക്രമണം നടന്നത് ഇന്നലെയാണ്. ഇതിനൊക്കെ വളരെ ശക്തമായ മറുപടി നൽകുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ ശക്തമായ ഭാഷയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. ഇത് ഏത് രൂപത്തിലായിരിക്കും ഇതിന് മറുപടി എന്ന് കണ്ടറിയാം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. സുഹൈൽ, അതോടൊപ്പം തന്നെ നിരവധി ഉംറ തീർത്ഥാടകർ മക്കയിലും മദീനയിലും എത്തിയിട്ടുണ്ട്. ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ. ജലീൽ കണ്ണമംഗലമാണ് വിശദാംശങ്ങൾ നൽകിയത്. 20ലേറെ ഡ്രോണുകളാണ് ഇന്ന് സൗദിയെ ലക്ഷ്യമിട്ട് ഇറാൻ പായിച്ചത്. ഇതിൽ അമേരിക്കൻ എംബസി അടക്കം ലക്ഷ്യമിട്ടിരുന്നു. നിലവിൽ വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഫൈറ്റുകളെല്ലാം റിസ്യൂം ചെയ്യുമെന്നോ എന്നടക്കമുള്ള വാർത്തകൾ കൂടി ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം പശ്ചിമേഷ്യയിൽ പടരുന്നു. പല രീതിയിലുള്ള തിരിച്ചടികൾ ഇറാനിലുണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.